ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് ഏകദേശം ഒരു രൂപം പിടികിട്ടിട്ടുണ്ടാവും അല്ലെ, പറവൂരിനടുത്ത് നന്ദിക്കുളങ്ങര, പറവൂരിലെ നന്ദിക്കുളങ്ങര, എറണാകുളം ഡിസ്ട്രിക്ട് നന്ദിക്കുളങ്ങരയാണ് ഞാനിപ്പോ നിൽക്കുന്നത്. രാജു ചേട്ടന്റെ വീട്ടിലെ രാജു ജയശ്രീ ഹസ്ബൻഡും വൈഫും ചേർന്നാണ് ഒരു വീട്ടുമുറ്റത്ത് ഒരു മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ബോഗൻവില്ലയാണ്. ബോഗൻവില്ല ഗാലറി എന്നാണ് എൻ്റെ പേര് തന്നെ. ഒത്തിരി ഇപ്പോ ഞാൻ വന്ന സമയം കൊണ്ട് തന്നെ ഒത്തിരി കസ്റ്റമേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പൂക്കളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു. നല്ല വെറൈറ്റി പൂക്കളാണ് ഇവിടെ ഉള്ളത്. പേപ്പർ ഫ്ലവർ, കടലാസ് പൂക്കൾ, ബോഗൻവില്ല അല്ലെ. അപ്പൊ ഈ ബോഗൻവില്ലയെ കുറിച്ച് ഞാൻ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്ന വ്യക്തിയാണല്ലോ. പച്ചക്കറി കൃഷിയെ കുറിച്ചും ഫ്രൂട്ട്സിനെ കുറിച്ചാണ് കൂടുതൽ അറിയുക. പൂക്കളെ ഇഷ്ടമാണ്, പ്രണയമാണ്, ഒക്കെയാണ്. പക്ഷെ എന്നാലും ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അത് നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇവരെ പരിചയപ്പെടാം. ഇത് ജയശ്രീ, രാജു ചേട്ടൻ. ഇവർ രണ്ടാളുടെ ഹാർഡ് വർക്കാണ്. അപ്പോൾ ഇനി കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് എങ്ങനെയാണ് ഈ പൂക്കളുടെ, ഇവിടെ തന്നെ കേരളത്തിൽ വളർന്നവരാണോ, ഇവര് വിദേശത്തു നിന്ന് വന്നവരാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ, പുറത്ത് വേറെ രാജ്യങ്ങളിൽ നിന്ന് വന്നതാണോ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അപ്പൊ ഈ ബോഗൻവില്ല ഗാലറിയിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ്. കണ്ടപ്പോ തന്നെ പൂക്കള് ചിരിച്ചു നിൽക്കുന്നത് പോലെ തോന്നുന്നു അല്ലേ? എനിക്ക് കണ്ടു ഓരോ പൂക്കളും അങ്ങനെ ചിരിച്ചു നിൽക്കുക. അത് എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് അല്ലെ. വാതില് തുറക്കുന്നത് തന്നെ ഈ പൂക്കളെ കണ്ടുകൊണ്ട് ഒരു ദിവസം ഫുൾ എനർജറ്റിക് ആയിരിക്കും. അതെ, ഡോറ് തുറന്ന് നോക്കുന്നത് ഈ ചിരിച്ചു നിൽക്കുന്ന പൂക്കളെയാണ്. ആരും കണി കണ്ടിട്ട് ഇന്ന ആളെ കണി കണ്ട് ഇന്നത്തെ ദിവസം പോക്ക് എന്നൊന്നും ആരും പറയില്ല. എന്നും നല്ല പൂക്കളാണ് നമ്മളുടെ ഉന്മേഷം, ഉണർവും എല്ലാം. നമുക്ക് ഈ ചെടികളെ കുറിച്ചൊക്കെ ഇപ്പോ ഏകദേശം പ്രേക്ഷകർക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പേപ്പർ ഫ്ലവർ അഥവാ ബോഗൺവില്ല ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഓരോന്നിന്റെയും കൂടുതൽ വിവരങ്ങള് ചിലപ്പോ ഒത്തിരി പേർക്കും അറിയാത്തതുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എല്ലാരും ആലോചിക്കണ്ടാവും, നമ്മളെ പേര് തന്നെ ബോഗൺവില്ല ഗാലറിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറൂർ, എനിക്ക് 100% പറൂർ ആൻഡ് സറൗണ്ടിങ്സിലെ ഞങ്ങൾ മാത്രമാണ് എക്സ്ക്ലൂസീവ് ബോഗൺവില്ല റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആയിട്ട് ഉണ്ട്. ഞങ്ങളിത് ഒരു 7-8 വർഷമായിട്ട്, എന്നെ ചേച്ചി പറഞ്ഞ മാതിരി തന്നെ വിദേശത്തുള്ള ഉണ്ടായില്ല. ജനിച്ചത് തന്നെ മഹാരാഷ്ട്രയിലാണ്. നാട്ടിൽ വന്നിട്ട് ഒരു 10-12 വർഷമായി. അപ്പൊ തൊട്ട് നമുക്ക് ഇവിടെ ചെറിയതായിട്ട് ഗാർഡൻ ഉണ്ടായി. ഒരു 30-40 വെറൈറ്റി ഉണ്ടായി. ഇത് മോർണിംഗ് വാക്കർ റോഡാണ്. അപ്പൊ എല്ലാവരും പൂക്കൾ കാണാൻ നേരത്താണ് അവർക്ക് ഇതിന്റെ ഒരു കൊമ്പ് കിട്ടും, അതിന്റെ ഒരു കൊമ്പ് കിട്ടും. ദെൻ ഐ തോട്ട് എന്റെ പാഷൻ ബിസിനസ് ആയിട്ട് മാറ്റാം. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് വരാനുള്ള ഒരു ചുവടുവെപ്പ്. അതെ, ഇതൊരു ടോട്ടൽ ഫാമിലി ബിസിനസ് ആണ്. ഞാനും എന്റെ വൈഫും പിള്ളേരും. എത്ര പേര് മക്കള്? മൂന്ന് പേരാണ്. ഒരാൾ ബാംഗ്ലൂരാണ്, ഒരാൾ എറണാകുളത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഇളയാളാണ് മെയിനായിട്ട് ഇവിടെ സഹായത്തിന് ഉണ്ട് ആള്. അപ്പൊ നമ്മൾ കുറെ വെറൈറ്റീസ് ഉണ്ട്. ഇത് ബോഗൺവില്ല എന്തിനാ ചൂസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും മൈൻഡിൽ എല്ലാവർക്കും. ഇത് പറഞ്ഞെങ്കിൽ 8 മാസം മിനിമം ഫ്ലവറിങ് പ്ലാന്റ് ആണ്. പിന്നെ ഇതിന് വലിയ അസുഖങ്ങളൊന്നും വരാതെ
വേണ്ട, മിനിമം മെയിൻ്റെനൻസ് ആണ്. ഉം. പക്ഷെ ഇവിടെ തന്നെ ഒന്ന് എടുത്തു പറയാനുണ്ട്, വെള്ളം മിനിമം മതി. ഉം. ഇപ്പോൾ വെള്ളത്തിന് സ്കാർസിറ്റി ഉണ്ട്, അപ്പോൾ മിനിമം വെള്ളം മതി. പക്ഷെ അതിന് കൂടെ ഒന്ന് നമുക്ക് മറക്കാൻ പാടില്ല, ദേ ആർ ഹെവി ഫീഡർ. ഉം. എല്ലാ 20 ദിവസത്തിൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. കഴിക്കാൻ കൊടുക്കണം, മാനുവർ. നാളെ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഓർഗാനിക് ആണ്. ഉം. കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, പിന്നെ ഒന്ന് ഞാൻ യൂസ് ചെയ്യണത് കടുക് പിണ്ണാക്ക്. ഉം. ഇത് നോർത്തിൽ നിന്ന് കിട്ടും, ഓൺലൈനും കിട്ടും. ഇതിനെ സ്ലറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത് പൊടിച്ചിട്ട് ഇതിന്റെ സറൗണ്ടിങ്, അതാണ് കടുക് പിണ്ണാക്കോ? കടുക് പിണ്ണാക്ക്. ആ, അങ്ങനെ നോർത്തില് എല്ലാം കടുകെണ്ണ വരുന്നതിന്റെ പിണ്ണാക്ക്. പിണ്ണാക്ക്. അത് നമ്മുടെ നാട്ടിൽ കിട്ടാൻ ചാൻസ് ചാൻസിൽ ഓൺലൈൻ കിട്ടും. ആ. ബിക്കോസ് വേരിക്ക് അത്ര ചൂട് കിട്ടും. ആ. ഇത് ജനറലി നവംബറിൽ നിന്ന് ഫ്ലവറിങ് സ്റ്റാർട്ട് ആണ്. നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെ ഉണ്ടാവും. അപ്പൊ 8 മാസം നമുക്ക് ഇതിന്റെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കും. അതെ, 8 മാസം ഫ്ലവർ ചെയ്ത് നിൽക്കും ഈ ബോഗൻവില്ല ചെടികള്. അപ്പൊ ഇതിന് കൊടുക്കുന്ന വളങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി കൂടുതൽ വിശദ വിവരങ്ങളൊക്കെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്കൊരു വീട്ടുമുറ്റത്ത് ഇതുപോലെ എന്നും ഒരു 8 മാസത്തോളം പൂക്കളുണ്ടായി നിൽക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിച്ചാൽ നടക്കും. പക്ഷെ അത് വളർത്തേണ്ട രീതി കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോ ഈ കാണുന്നത് ഇതിനെ പറയും ചൈന റെഡ്. റെഡ് കുറെ ആൾക്കാർ ചില്ലി റെഡും ഇതിൽ കൺഫ്യൂഷൻ ആകും. ഇതിന്റെ ഫ്ലവറും കാണാം, ചില്ലി റെഡിന് പിന്നെ കാണിച്ചു തരാം. അപ്പൊ ഇത് ഒന്ന് എനിക്ക് പറയാണ്ട്, ഈ ഫ്ലവർ കഴിഞ്ഞ ഉടനെ ഈ ഭാഗം വെച്ച് നമ്മൾ പ്രൂണിങ് ചെയ്യണം. എത്ര നമ്മൾ കൊഴിഞ്ഞ ഉടനെ പ്രൂണിങ് ചെയ്തെങ്കിൽ അവിടെ നിന്ന് പിന്നെയും ബ്രാഞ്ചസ് വരും. അത് 3-4 ബ്രാഞ്ചസ് ആയിട്ടുണ്ട്. അപ്പൊ ഫ്ലവർ ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ കാണില്ലേ ഈ ചട്ടിങ്ങളെല്ലാം. ഇത് ഒന്ന് റെഡ് കളറിലാണ്. പിന്നെ ഇവിടെ കാണാം ഇതിപ്പോ മുട്ടായിട്ട് വരുന്നതാണ്. അത് കട്ട് ചെയ്തതിനു ശേഷം പൂക്കള് വിടരില്ല. ഇത് പറയണ സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ്. അതെ, എപ്പോഴും ഉറക്കായിരിക്കും. ഫ്ലവറിന്റെ ഇത് ഷേപ്പ് തന്നെ അതെ, ഒട്ടും എനർജറ്റിക് അല്ല ഇവര്. പൂക്കള് തുറന്നിരിക്കില്ല, അതിന് കണ്ണിങ്ങനെ അടഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് ഈ ചെടികൾ. അതാണ് ഇതിന്റെ സ്ലീപ്പിംഗ് ബ്യൂട്ടി. കേട്ടല്ലോ. കുറച്ച് മാക്സിമം ഇത്രയോളൂ. അതാ മാക്സിമം ഇത്രയോളൂ. ഇതാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി. മാക്സിമം അതിന്റെ സൈസ് ഇതാണ്. എപ്പോഴും ഇങ്ങനെ ഉറങ്ങിയിരിക്കും, കണ്ണിങ്ങനെ അടഞ്ഞിട്ടേ ഇരിക്കുള്ളൂ അല്ലേ. അതിനു വേണ്ടിയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി പറയുന്നത്. ബ്യൂട്ടി തന്നെയാണ് അല്ലേ. എപ്പോഴും ഉറക്കമാണെങ്കിലും ഫുള്ളായി നിൽക്കാൻ നേരത്ത് എല്ലാം ഫ്ലവർ നമുക്ക് ആ സെയിം കാണാം. പിന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കളറാണ്. ഇത് റെയർ കളറാണ്. ഇതിനെ നമ്മൾ പറയുന്നത് പിങ്ക് ക്വീൻ, പർപ്പിൾ ക്വീൻ. കൊഴിയാറായി. ഇതിനെ നമ്മൾ പറയുന്നത് ഹവായ് വൈറ്റ്. ഇതൊക്കെ ഒന്ന് അറിയാണ്ട് നമ്മള് ചെടികള് ഒരു ബോഗൺവില്ല കണ്ടോ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടൊന്ന് വെക്കും. പേരറിയില്ല, ഒന്നും കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പൊ എന്താ പേര്? ഹവായ് വൈറ്റ് കേട്ടോ, ഹവായ് വൈറ്റ്. ഇതിന് ഇലേന്റെ കളറും കാണാം നമുക്ക്, പൂക്കളും വൈറ്റ് കളറിന്റെ പൂവാണ്. ഇതിനിപ്പോ ഫ്ലവർ ഇല്ലെങ്കിലും ഇലയും കാണാൻ നല്ല ഭംഗിയുള്ള ഇലകളാണ്. കണ്ടില്ലേ, പച്ച കളർ അല്ലാതെ നമ്മൾ ഷെയ്ഡായിട്ട് ഇലകള്. അതിന് ഇപ്പൊ പൂക്കളില്ലെങ്കിലും പൂക്കള് ഇതിന് പ്രൂൺ ചെയ്ത് പോയി കഴിഞ്ഞാലും ഈ ഇലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടാവും. ഇത് ഒന്നുണ്ട് ഹവായ് പിങ്ക് പറയും. ഹവായ് പിങ്ക് കളറിന്റെ പൂവാണ്. പൂക്കളുടെ സൈസ് ഓൾമോസ്റ്റ് ഇത് തന്നെ ഉണ്ടാവും. ഇതിന്റെ ലീഫും വെരിഗേറ്റഡ് ആണ്. അതെ, ഇതിന്റെ ലീഫും ഇതിനേക്കാൾ കുറച്ച് വ്യത്യാസമുണ്ട് അല്ല. പക്ഷെ ഈ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പൂക്കളും എന്താ പേര് പറഞ്ഞ? ഹവായ് പിങ്ക്, ഹവായ് വൈറ്റ്, ഹവായ് പിങ്ക്. ഈ ചെടിയുടെ ഇതിന്റെ പേരെന്താ? ഇത് ബ്ലൂബെറി ഐസ്. കാണാൻ ഇതിപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ. ഇപ്പൊ എല്ലാം ഭംഗിയുണ്ട്, പക്ഷെ എന്നാലും എടുത്തു പറയാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണിത്.
ആ നല്ല അട്രാക്റ്റീവ് കളറാണ്, നല്ല ഭംഗിയുണ്ട്. അയ്യോ എന്ത് രസമല്ലേ. പൂവിന്റെ സൈസ് ഇത്ര ആ, ഉണ്ടാവും, ആ. ഇലകളും ചെറുതാണ്. ഉം. ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് പറയാം എന്റെ ഇവിടത്തെ ടോപ്പ് ക്യൂനാണ്. ആ ശരിയല്ലേ, ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാല് കാര്യണ്ട്. എന്താ ഇവിടുത്തെ റാണിയാണ് മൂപ്പര്, കണ്ടാ. എന്താ ഇത് വേറെ വെറൈറ്റി ആണോ? ഓഫ്കോഴ്സ് ഇത് വേറെ വെറൈറ്റി ആണ്. ആ. ഇതില് 2 വെറൈറ്റി കമ്പൈൻഡ് ആണ്. ആ. ഇത് മിസ് വേൾഡ് ആണ്. അമ്പ. ഇതിന്റെ കൂടെ സ്ലീപ്പിംഗ് ഇല്ല അല്ലേ? വിദാദരി. വിദാദരി വി ആണോ? വി ബി ബി വി വിദാദരി. ദാ ഇത് ആ ഇതിന്റെ പൂവിന്റെ സൈസ് ഇത്രേ ഉള്ളൂ. ആ ചെറിയ സൈസാണ്. ബിദാദരി കേട്ടല്ലോ, ബിദാദരി. മിസ് വേൾഡ് ആണ് ഈ നിൽക്കുന്ന ആള്, കണ്ടില്ലേ. ഇതിനെന്താ പ്രത്യേകം, നല്ല ഭംഗിയുണ്ടല്ലോ കളറ്. അത് റൂബി റെഡ് ആണ്. റൂബി റെഡ്. ഇതെല്ലാം ഹൈ ബ്രീഡ് ഐറ്റം ആണ്. ഇതിന് തണ്ടും ഇലയും കാണാം, ഇലകൾ ചെറുതാണ്. എപ്പോഴും ഇങ്ങനെ പൂ നിറഞ്ഞിരിക്കും, ഇല ഓൾമോസ്റ്റ് വാനിഷ് ആയി. ഓ അപ്പൊ റൂബി റെഡ്, ഇതിന്റെ ഇലകൾ മാത്രം, ഇലകള് ഒക്കെ പോവും. ഓൾമോസ്റ്റ് ഇലകളും പോയി കഴിഞ്ഞാല് ഈ റൂബി റെഡ് നിറയെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഇലകളില്ലാതെ പൂക്കൾ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച. നല്ല ചന്തണ്ടായിരിക്കും അല്ലേ. മോസ്റ്റ് ഓഫ് ദ ഹൈബ്രിഡ് അങ്ങനെ തന്നെയാ. ഹൈബ്രിഡ്. ഇതിന്റെ പേര് ഇത് ഫ്ലെയിം റെഡ് ആണ്. ഫ്ലെയിം റെഡ്, തീന്റെ മതി. അതെ അതെ അതെ, ഫ്ലെയിമിന്റെ കളർ. ഇതെല്ലാം ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് ആയതുകൊണ്ടാണ് നിറയെ പൂക്കൾ ഇങ്ങനെ കൂടുതലായിട്ട് ഉണ്ടായി നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എന്ത് നല്ല കളറല്ലേ. അയ്യോ നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട്. ബലാത്ത പറയും. എന്താ പേര്? സക്കുര. സക്കുര ബലാത്ത. ഇത് വന്നിട്ട് വെരി എക്സ്പെൻസീവ് പ്ലാന്റ് ആണ്. ഇതിന്റെ പൂക്കളും ഇത് ഇപ്പൊ കളർ കാണാം. ഫയർ റെഡ്, ഐസ്ക്രീം, ചില്ലി ഐസ്ക്രീം, യെല്ലോ. ഇങ്ങനെ 3 കളർ കമ്പൈൻഡ് ആണ്. അത് ഇത് ബഡ്ഡിങ് ചെയ്ത് എടുത്തതാണ്. അതിന് സ്റ്റോക്കിന് വണ്ണം തന്നെ കാണാം. അതൊരു 20 വർഷമായ സ്റ്റോക്കാണ്. അതിനെയാണ് നമ്മൾ പിടിപ്പിച്ചെടുത്തത്. ഈ ഇത്രയും വലിയ തണ്ടിലാണ് ഈ 3 വെറൈറ്റി 3 കളേഴ്സ് ബോഗൻവില്ല പിടിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇവിടെയൊക്കെയും ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അതെ ദാദാ ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളതാണ്. കാണുന്നുണ്ടോ? ഇത് 2, പിന്നെ 3 വെറൈറ്റി. ഇനിയിപ്പോ ഇത് സെയിം തന്നെയാണോ ഇപ്പൊ ഈ വെച്ചിട്ടുള്ള? അതെ, ഇതിനെ മൾട്ടി കളർ പറയും. ഇങ്ങോട്ട് വയലറ്റ് സെപ്റ്റംബർ. പല കളർ ഉണ്ടാവും. റെഡ് ഉണ്ടാവും, വയലറ്റ്. റെഡ് സെപ്റ്റംബറും ഉണ്ട്, വയലറ്റ് സെപ്റ്റംബറും ഉണ്ട്. ഇത് സൺസെറ്റ് വൈറ്റ്. ഫുള്ളായിട്ട് ഫ്ലവർ വളച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഫ്ലവർ ആയിരിക്കും. അത് റോമ വേരിയേറ്റഡ്. ആ സൈഡിലുണ്ട് ഫ്ലവർ, വലുതായ ഫ്ലവർ. ഒരു വൈറ്റും പിങ്കും മിക്സ് ഉണ്ടാവും. റോമ വേരിയേറ്റഡ്. ഇവ വേരിഗേറ്റഡ്. ഇതിങ്ങനെ ചെറിയ ഫ്ലവർ, നിറയെ ഫ്ലവർ ആവും. ഇവിടെ വേറൊരു വെറൈറ്റി, ഇത് നമ്മൾ എടുത്താണ് വൈറ്റിന്റെ സൺസെറ്റ് വൈറ്റിന്റെ എല്ലാം. അത് ഫയർ ഒപ്പാല് അവിടെ വലിയ ഉണ്ട്. ഇതല്ലേ സൺസെറ്റ് വൈറ്റ്? സൺസെറ്റ് തന്നെ. ഇത് നെസ്കഫേ പറയും. നെസ്കഫേ കൊള്ളാലോ പേര്. കുറച്ചും കൂടി കളർ ചേഞ്ച് ആവും. കുറച്ചുകൂടി കഴിഞ്ഞാൽ കളർ പിന്നെ കുറച്ചും കൂടി. ഇതിന്റെ തന്നെ ഇവിടെ ഉണ്ട്. അത് ഫ്ലവർ കൊഴിഞ്ഞു. വേറെ ഉണ്ടോ? ഇത് ബ്ലൂ ഐസ്. കൊഴിഞ്ഞോണ്ടിരിക്കണേണ്. വേറെ ഫുൾ ഫ്ലവർ ആയിട്ടുള്ളതുണ്ട്. ഇതെല്ലാം ജുവൽ 21 ജുവൽ. പല കളറാണ്. പീച്ച്, പിങ്ക്, യെല്ലോ. ഇത്
അത് വേറൊരു കളറാണ്. ഇത് പീച്ചാണ്. പിന്നെ പിങ്കും ഉണ്ട്. ഇത് വന്നുണ്ട് എന്താ പേര്? ക്രിസ്റ്റീന. ക്രിസ്റ്റീന. ആ. ഇത് നമ്മുടെ നാട്ടുകാരിയാണോ? അല്ല കേരളത്തിലാണോ? അല്ല അല്ല അല്ല, എവിടുന്നാണ്? സൗത്ത് അമേരിക്കന്റെ പ്ലാന്റ് ഇതെല്ലാം ആ, കൂടുതലും ഭയങ്കര മലേഷ്യൻ, type ഫിലിപ്പീൻസ് ഐറ്റംസ് ഒക്കെയാണ്. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, ലവ് പോലെ നിക്കുന്നുണ്ടല്ലോ. ലവ് സൈൻ ആണ്. ആ, പേരുണ്ട് അല്ലേ? ഇല്ല അതിന്റെ പേര് പിങ്ക് എന്നാണ്. ഫിഡൽ പിങ്ക് പറഞ്ഞിട്ട്. എന്താ? ഫിറൽ പിങ്ക്. ഫിരൽ. ഫിറൽ ഫിരൽ. F. ഫിരൽ പിങ്ക്. പക്ഷേ ഓക്കെ, ലവിന്റെ ചിഹ്നത്തിലാണത് നിൽക്കുന്നത്. അല്ല ഞങ്ങള് ഷേപ്പ് തന്നത് വാലന്റൈൻ ഡേ ഉണ്ടായി ആ, ഈ അടുത്ത തന്നെ ആയത്. ആ, ആ, അപ്പൊ ഞങ്ങൾ ഒരു ഷേപ്പ് തന്നു ആ, ഫോർ മെമ്മറി ഓഫ് ഹർ. ആ, അതെ. ഈ പൂക്കള് ഇതിന്റെ പേരെന്താ? ഇത് നമ്മൾ അവിടെ കണ്ടില്ലോ മൾട്ടി കളർ, ആ, ആ, അങ്ങനെ തന്നെ ഇതും മൾട്ടി കളറാണ്. മൾട്ടി കളറാണ്. ഇതില് എത്ര വെറൈറ്റി? മൂന്ന് കളർ ഉണ്ട്. മൂന്ന് കളർ ഉണ്ട്. വൈറ്റ് ഞാൻ കണ്ടു. വൈറ്റ് ഇത് ചില്ലി ഐസ്ക്രീം പറയും. ചില്ലി ഐസ്. ഇത് ചില്ലി ഐസ്ക്രീം. ഇത് ഫ്ലെയിം റെഡ്. ഫ്ലെയിം റെഡ്. അങ്ങനെ മൂന്ന് കളറുകളാണ് ഇതിൽ നിൽക്കുന്നത് അല്ലെ? നല്ല ഭംഗിയുണ്ട് അല്ലെ? ഒരു ചെടി വാങ്ങിച്ചു വെച്ചാൽ 3 പൂക്കള് കിട്ടും. ചില്ലി യെല്ലോ ഇതൊരു സ്പെഷ്യൽ വെറൈറ്റി ആണ്. ഇതിന്റെ പേരെന്താ? ബ്ലാക്ക് മാറിയ. ഇവിടെ പൂവിന്റെ തന്നെ ഒരു ഡിഫറെന്റ് റോസ് പൂ മതി ആൾക്കാർക്ക് തോന്നും. ഇലങ്ങളും വ്യത്യസ്ത ടാങ്ലോങ് പിങ്ക്. അടുത്ത ടാങ്ലോങ് കാണിക്കാം. ടാങ്ലോങ് ഇത് ടാങ്ലോങ് റെഡ് ആണ്. ഇനി ഒരു ടാങ്ലോങ് പീച്ച് ഇവിടെ ഉണ്ട്. ഇത് പീച്ച് അല്ലേ? പീച്ചാണ്. ബ്ലൂ വൈറ്റ് പോയിട്രി. കിങ് ഓറഞ്ച് പറയുന്നതിന്. ഇതിന്റെ പെറ്റൽസും ഫ്ലവർ വല്ലാതെ ഷാർപ്പ് കളറാണ്. പിന്നെ ഇത് വന്നിട്ട് ചില്ലി വെറൈറ്റിയിലാണ്. ചില്ലി യെല്ലോ, ചില്ലി ഐസ്ക്രീം. പിന്നെ ഇപ്പൊ പൂക്കൾ വന്നു തുടങ്ങിയതാണ്, ഒഴിഞ്ഞു പോയിട്ട് പിന്നെയും വന്നുണ്ട്. ഇതിനെ പറയണ ചില്ലി ഓറഞ്ച്. എപ്പോഴും ആൾക്കാർക്ക് ചില്ലി യെല്ലോ പൈറോപ്പാലിനും കൺഫ്യൂഷൻ ഉണ്ടാവും. അതിന്റെ ഫ്ലവേഴ്സ് ഇത്തിരി ചെറുതാണ്. ഇതിന്റെ ഫ്ലവേഴ്സും ലീഫിലെ വ്യത്യാസമുണ്ട്. ഇത് പൈറോപ്പാൽ പറയും. ഇതിന്റെ പേരെന്താണ്? വീര പിങ്ക്. അതിന്റെ വീര വൈറ്റും ഉണ്ട്. ഇപ്പൊ പൂത്ത് നിൽക്കുന്നത് വീര പിങ്ക് ആണ്. തിമാറുണ്ട് അല്ലേ? ഇത് തീമ റെഡ്. ഇതും ഒരു തീമ വെറൈറ്റി ആണ്. അത് ഒരു കൂടുതലായിട്ട് പിങ്കും വൈറ്റ് കളറാണ് ഇതിൽ മിക്സ് ആയി വരും. ലീഫാണ്. പിന്നെ ഫ്ലവറിന്റെ സൈസും ചെറുതാണ്. ഇതിനെ ഡയമണ്ട് റെഡ് പറയും. ഡയമണ്ട് റെഡ് അല്ലേ? എന്തുമാത്രം വെറൈറ്റി പേരുകളായി ഈ ബോഗൻവില്ലയ്ക്ക്. ഇതിന് ആഷ് റെഡ് പറയും. ഇലയുടെ കളർ നോക്കി ആഷ് മതി. ഫ്ലവേഴ്സിന്റെ സൈസും കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ഇതിപ്പോ പൂത്ത് നിൽക്കണത് ഇത് സ്റ്റാർട്ടിങ് ആയതാണ്. ബട്ടർഫ്ലൈ അല്ല, അതിന് ഇത് നോക്കി പൂക്കളെ കാണുമ്പോ തന്നെ തോന്നുന്നു നമുക്കത് കണ്ട ഒരു ശലഭം പോലെ ഇങ്ങനെ നിൽക്കുന്നത്. വെറൈറ്റി ആയിട്ടോ. അത് ബട്ടർഫ്ലൈ ബ്ലൂ ആണ്. ബട്ടർഫ്ലൈ റെഡ് ഉണ്ട്. അതില്ലാതെ ബട്ടർഫ്ലൈ യെല്ലോ ഉണ്ട്. 3 കളേഴ്സ്. ഈ കാണുന്നത് ഹൈബ്രിഡിന്റെ മൾട്ടി കളർ പ്ലാന്റ്സ് ആണ്.
ഇത് സാധാ റെഗുലർ ഇതിൻ്റെ ഒരു മൾട്ടി കളർ പ്ലാന്റ് ആണ്. 4 ഫ്ലവേഴ്സ് ഉണ്ട്, 4 ഡിഫറെൻറ്റ് കളേഴ്സ്. ഇതിൽ 3 കളേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളെ റെഗുലർ ഐറ്റം ഉണ്ട്, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ മതി ഐറ്റംസ്. ഇതിൽ 7 കളർ ഉണ്ടാവും, ഡിഫറെൻറ്റ് കളേഴ്സ്. ഒന്ന് മൊണാലിസ യെല്ലോ ആണ്, റെഗുലർ യെല്ലോ വ്യത്യസ്തമാണ്. മൊണാലിസ യെല്ലോ. പിന്നെ മൊണാലിസ റെഡും ഉണ്ട്. ഇനി ഇതിലെ പോട്ടിംഗ് മിശ്രിതം നമ്മൾ ഈ ബോഗൻ വില്ലാസൊക്കെ നടുമ്പോ ഇതിനെ പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കുന്ന രീതി ഒന്ന് പറയാമോ? ഞാനിപ്പോ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചെയ്യണത് എനിക്ക് പറയാം, എല്ലാവരും ഓരോരോ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഞാൻ ചെയ്യണത് മണല് ഒരു 2 ചട്ടി എടുത്തെങ്കിൽ 2 ചട്ടി നമ്മള് റെഡ് സോയിൽ അത് മിക്സ് ചെയ്യും. അത് മിക്സ് ചെയ്ത് അതിനെ കൂടെ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക്. അതില്ലാതെ മെയിനായിട്ട് ആട്ടുകാട്ടം, നല്ല ഉണങ്ങിയ ആട്ടുകാട്ടം ഇവിടെ ഒരു ചേച്ചീൻ്റെ അവിടെ നിന്ന് കിട്ടാറുണ്ട്. അത് മിക്സ് ചെയ്തിട്ട് പോട്ടിംഗ് മിക്സ് റെഡി ചെയ്യും. പക്ഷേ ഞങ്ങൾ ഇതിൽ പറയില്ലേ, വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിന്നെങ്കിൽ ഫംഗസ് വരും. അതിനു വേണ്ടി ഞങ്ങൾ ചകിരിച്ചോറ് ആദ്യം ഞങ്ങൾ യൂസ് ചെയ്യണ്ടേ ഓണസ്റ്റ്ലി. ഇപ്പൊ ചകിരിച്ചോറ് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി തന്നെ, അല്ലെങ്കിൽ വല്ലാതെ ഹാർഡായിട്ട് മണ്ണിങ്ങനെ പിടിച്ചു നിൽക്കും. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ട് എനിക്ക് അഡ്വൈസ് ചെയ്ത്, നിങ്ങൾ ഇത് ട്രൈ ചെയ്ത റൈസ് ഉമി കരിഞ്ഞ ഉമ്മിയില്ല, റെഗുലർ ഉമ്മി, അത് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ നല്ലോണം വാട്ടർ കൂടെ ചെയ്യുമെങ്കിൽ അപ്പൊ തന്നെ അത് റിഫൈൻഡ് ആയി പോകണം. ഇതാണ് ഞങ്ങളുടെ പോട്ടിംഗ് മിക്സ്. ഈ ഉമിയില് സിലിക്ക് ഉണ്ട് അതിന്റെ ഗുണം നമ്മുടെ പ്ലാന്റിനെ കിട്ടുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് മിനിമം വാട്ടർ. ഈ കണ്ട വലിയ വലിയ ചട്ടിങ്ങൾ ഞങ്ങൾ ഒരു മഗ്, ചെറിയ മഗ് രാവിലെ, ചെറിയ മഗ് ഈവനിങ് ആണ് ഒഴിക്കാറ്. ബിക്കോസ് ഈ വെയിൽ കാരണം. ഇല്ലെങ്കിൽ ഒരു മഗ് മാത്രം മതി. വെള്ളം ഒന്നരാടം ഒഴിച്ചു കൊടുത്താലും പ്രശ്നമില്ല. പക്ഷെ ഇന്നത്തെ ഈ ചൂട്, ഈ വെയിലിൽ നമുക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുങ്ങൾക്ക് ഇച്ചിരി വേണം. പക്ഷെ മറ്റു ചെടികൾ മതി, ഒരുപാട് വേണ്ട. മിനിമം വാട്ടർ ലോഗിങ് ഉണ്ടെങ്കിൽ, എക്സസ് ആയിട്ട് വെള്ളം കെട്ടി നിന്നെങ്കിൽ ചെടിക്ക് ഫംഗസ് പിടിക്കും. പിന്നെ പറഞ്ഞ മതി, പൂക്കളായ ഉടനെ അത് ട്രിം ചെയ്ത് വിടണം. സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് വിട്ടെങ്കിൽ നല്ലോണം ഫ്ലവറിങ് ഉണ്ടാവും. നിങ്ങൾക്ക് can enjoy the flowering throughout 8 months. ഇതെന്താ? ഗോൾഡൻ സൺഷൈൻ പറയും. ഇതിലെ ചോക്ലേറ്റ് ബ്രൗൺ പറയും. രാജുചേട്ടന്റെ ഇളയ മകനാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 9th സ്റ്റാൻഡേർഡിൽ പഠിക്കണു. മറ്റു 2 പേരും മുതിർന്ന കുട്ടികള്, ചെറിയ കുട്ടി. ഇവനാണ് ഇവർക്കൊക്കെ വെള്ളം കൊടുക്കാനായിട്ട് സഹായിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഒത്തിരി വെറൈറ്റി ബോഗൻ വില്ലയെ നമ്മൾ പരിചയപ്പെട്ടു. എനിക്കൊന്നും അറിയില്ല കേട്ടോ, അങ്ങനെ ഒത്തിരി പേരുണ്ടെന്നും ഒന്നും ഇതിനെ കുറിച്ച് അറിയില്ല. ബോഗൻ വില്ല അറിയാം, ദാറ്റ്സ് ഓൾ. അതാണ് എൻ്റെ ഒരു. അപ്പൊ കാണുമ്പോ പല സ്ഥലങ്ങളിലും കാണുമ്പോ നല്ല ഭംഗി തോന്നും, വില ചോദിക്കും, ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ പിന്നിൽ ഇത്രയും രഹസ്യം മീൻസ് വെറൈറ്റി പേരുകളും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾക്കിപ്പോ രാജുചേട്ടനും ജയശ്രീയും ഒക്കെ പറഞ്ഞു തന്നു വിശദമായിട്ട്. ഓരോ പേരുകളും ഞാൻ എൻ്റെ കണ്ണു തള്ളിപ്പോയി, ഇത്രയും വലിയ പേരുകളൊക്കെ. മാത്രമല്ല നമ്മുടെ കേരളത്തിലുള്ളവരുമല്ല, പുറത്തുനിന്ന് വന്നവരുണ്ട് ഇതിനകത്ത്. അതിന്റെ ഒരു ബ്യൂട്ടി എല്ലാവർക്കും കാണുന്നുണ്ട് കേട്ടോ. ഇത്രയും വിലപ്പെട്ട സമയം ഈ തിരക്കിനിടയിലും എനിക്ക് തന്നു ഷീ ഗാർഡൻ വ്ളോഗിന് വേണ്ടിയിട്ട്. എന്റെ ചാനൽ സ്ഥിരം കാണുന്നവരാണ്. 2 പേരും എന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്നവരുമാണ്. എൻ്റെ ഓരോ വ്ളോഗും കണ്ട് അതിന് നല്ല സപ്പോർട്ട് തരുന്ന 2 വ്യക്തികളാണ്. അപ്പൊ അതിലും കൂടി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഈ നിറഞ്ഞ ഈ പൂക്കളുടെ ലോകത്ത് നിന്ന് ഇപ്പോ തൽക്കാലത്തേക്ക് ഞാനങ്ങ് ഗുരുവായൂർക്ക് പോവുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. എന്തെങ്കിലും പറയാനുണ്ടോ? സ്പെഷ്യൽ താങ്ക്സ് ചേച്ചി. അവിടെ ഗുരുവായൂരിന് ഇവിടെ വരെ വന്ന് ഈ സെഷൻ, നല്ല സെഷൻ നടത്തി ഞങ്ങളുടെ കൂടെ പങ്കിട്ട്
എന്നെ വലിയ വലിയ സന്തോഷം. സബ്സ്ക്രിപ്ഷൻ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. എന്റെ അടുത്ത് പറഞ്ഞില്ലേ, ഇതിന് മുമ്പ് എടുത്ത എല്ലാ വീഡിയോകളും നോക്കണം. ഷീ ഡസ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. താങ്ക് യു. ഇനി ഒരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ വരാൻ കേട്ടോ. അതുവരേക്കും ടാറ്റാ.